ഹലോ ഹായ് ഞാൻ ഷമീം. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ കുറേ റെസിപ്പീസൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിക്കണമെന്ന് കരുതി എല്ലാവർക്കും എങ്ങനെ സുഖമാണോ, എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഡിഫറെൻറ്റ് സ്നാക്കാണ്. അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യാം, ഒരു ബ്രോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു റെസിപ്പിയാണ്. ഇങ്ങനെ നമ്മൾ റെസിപ്പി അങ്ങനെയാണല്ലോ, കുറേ ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെ ചെയ്യാം അങ്ങനെ ആലോചിച്ചിട്ടാണ് ഓരോ റെസിപ്പി ക്രിയേറ്റ് ചെയ്യുന്നത്. പുതുതായിട്ട് എന്തായാലും പുതിയ റെസിപ്പി നിങ്ങളടുത്ത് ഉണ്ടാക്കിയിട്ട് തരുന്നതാണ്. അതല്ലാതെ ഇത് മുമ്പ് വേറെ എന്തെങ്കിലും ആണോ, വേറെ ആരും ചെയ്തതാണോ, അങ്ങനത്തെ ഒന്നുമല്ല. ഇതുവരെ തന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസിപ്പി ആലോചിച്ചപ്പം സ്നാക്ക് ചെയ്യണമെങ്കിൽ ഒരു ബ്രോസ്റ്റ് റിലേറ്റഡ് ചെയ്യാം. അപ്പോൾ ബ്രോസ്റ്റ് ആകുമ്പോൾ എപ്പോഴും ഞാൻ പൊതുവേ ചൂസ് ചെയ്യുന്നത് മാറ്റീസിൻ്റെ ബ്രോസ്റ്റ് പൗഡറാണ്. അപ്പോൾ ആ മാറ്റീസിൻ്റെ ബ്രോസ്റ്റ് പൗഡർ വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ ആ സ്നാക്ക് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന ആ സ്നാക്കിൻ്റെ പ്രസൻറ്റേഷൻ രീതിയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. അത് ഞാനൊന്ന് കാണിക്കാം. നമുക്ക് ആ ഒരു ഡിഷിലേക്ക് പോവാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് കുട്ടികൾക്കും വലിയ ആർക്കും നമുക്കൊന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനാണ്. നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, അതിന് വേണ്ടി ഞാൻ ഇത് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റിൻ്റെ ഒരു സൈഡാണിത്. കോഴിയുടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് നമുക്ക് വാങ്ങുമ്പോഴേ സൂക്ഷിച്ചിട്ട് ബ്രസ്റ്റ് മാത്രം ചോദിച്ച് വാങ്ങാം. പല എപ്പിസോഡുകളിലും ഞാനിത് പറയുന്നതാണ്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 200 ഗ്രാമിനുള്ളിൽ 180 ഗ്രാമിനടുത്ത് ഈ ബ്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിത് ഞാൻ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കട്ടില്ലേ, ആ രീതിയിലുള്ള കട്ട് എടുക്കണം കേട്ടോ. ആ ഒരു ലെവലിൽ നീളത്തിലാക്കി കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒരു 6 mm ഉണ്ടാവുന്നുണ്ട്, 9 mm ഉണ്ടാവുന്നുണ്ട്. ഇതൊരു 9 mm തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക. ഇതെങ്ങനെ നീളത്തിൽ. ഓക്കെ നമ്മളപ്പോൾ നീളത്തിലുള്ള കട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊരു മാരിനേഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രോസ്റ്റ് പൗഡർ ആയാലും സ്പൈസി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇട്ടത് പെപ്പറാണ് കേട്ടോ. ചെറിയ ലൈറ്റ് കൊടുത്തിന്. എന്ന് പറഞ്ഞാൽ സ്നാക്സിൽ എപ്പോഴും അകത്ത് നമുക്ക് നല്ല സ്പൈസി കിട്ടണം, പുറത്ത് നോൺ സ്പൈസി ആയിരിക്കും പല സ്നാക്കുകളും. അപ്പോൾ ഈ സാധനം ഞാൻ അതേപോലെ ചെയ്യുന്നത്. ചെറിയൊരു മാരിനേഷൻ കൊടുത്തു. ഒരു 10 മിനിറ്റ് ഇവിടെ വെക്കാം. ഈ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ബാക്കി സാധനങ്ങൾ, സാൾട്ട് ഒന്നും കൊടുത്തിട്ടില്ല. സാൾട്ട് നമുക്കത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ ഒന്ന് കൈ കേട്ടെ. ബൗളിലേക്ക് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞ മാറ്റീസിൻ്റെ ബ്രോസ്റ്റ് പൗഡർ. അത് നമുക്കൊന്ന് ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് നല്ല ഫീഡ്ബാക്ക് കേട്ടോ. നോർമൽ ബ്രോസ്റ്റ് പൗഡറിനേക്കാളും നല്ല റിസൾട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ സ്പൈസി അല്ല നോർമലി യൂസ് ചെയ്യൽ, നോർമലാണ് യൂസ് ചെയ്യൽ. ഇപ്രാവശ്യം ഒന്ന് സ്പൈസി യൂസ് ചെയ്തൊക്കെയാന്ന് വിചാരിച്ചു. ഇതിൽ സ്പൈസി ആകുമ്പോൾ കളർ വ്യത്യാസമുണ്ട്. അവരെ സ്പൈസി ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി ഒരു പൊടിക്ക് നമ്മളൊന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊടിക്ക്, അതൊരു കുത്തൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും ഇടുന്നില്ല. നമുക്ക് വേണമെങ്കിൽ റോസ്മേരി ഇതിലേക്ക് ഫ്രഷ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ അങ്ങനെ ഏത് വേണ്ട കൊടുക്കാം. ഞാൻ ജസ്റ്റ് റോസ്മേരി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ ഒരു ബൗള് വെള്ളം എടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ചിക്കൻ എപ്പോഴും ചെറിയൊരു നനവ് കിട്ടണം. എന്നാലേ ചെറിയ നനവ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ചൊരു മാരിനേഷനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്രൈലാണ് ഉള്ളത്. അപ്പോൾ 2 ഡബിൾ കോട്ട് കൊടുക്കുന്നവരുണ്ട്. നമ്മൾ ഡബിൾ കോട്ടല്ല കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതിന് മുന്നേ എണ്ണ ഒന്ന് ചൂടാക്കട്ടെ. എണ്ണ ചൂടായാൽ മാത്രമേ ഞാൻ പൗഡർ കോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ്. നല്ല ചൂട് വേണം, ഹീറ്റ് വേണം. അതുകൊണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു നനവ്. നമ്മളെ മാരിനേഷനൊക്കെ അതിൽ തന്നെ ഉണ്ട്, കണ്ടില്ലേ? മാരിനേഷൻ പോവില്ല. ഒരു നനവ് പൗഡർ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കണ്ടില്ലേ? ഇനി നമ്മൾ എണ്ണ ചൂടായോ നോക്കാം. ഫുൾ എല്ലായിടത്തും കോട്ടായി. ഞാൻ ഡബിൾ കോട്ട് ചെയ്യുന്നില്ല. ഡബിൾ കോട്ട് സാധാരണ ഫ്രൈഡിലേക്കാണ് ചെയ്യൽ. ഫ്രൈഡ് ചിക്കനില്ല, നല്ല കറുമുറു പൊട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ചെയ്യൽ. ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ കണ്ട അതിൽ ക്രാക്ക് കണ്ടോ? കുറേ ക്രാക്ക് കണ്ടില്ലേ?
ഈ ക്രാക്ക് ആണ് നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് തരുന്നത്. ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ക്രാക്ക് കണ്ടില്ലേ, അതെങ്ങനെ ആവാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കണം, ചിക്കൻ എടുക്കണം, ഇതിങ്ങനെ കുടയാൻ കണ്ടോ, ഇങ്ങനെ കുടയുമ്പോൾ അവിടെ ക്രാക്ക് വരും. അപ്പോൾ ആ കുടയിലാണ് അതിൻ്റെ നമുക്ക് ആ ക്രിസ്പിനെസ് തരുന്നത്. കുടഞ്ഞിട്ടില്ലെങ്കിൽ ക്രിസ്പിനെസ് കിട്ടില്ല. ഇതിപ്പോൾ ഇതിങ്ങനെ എടുത്തു, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എടുത്തു, കുടഞ്ഞിട്ടില്ല. ഇത് അതേപോലെ എണ്ണയിൽ ഇടുകയാണെങ്കിൽ അതിങ്ങനെ കട്ട കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ കുടയണം. കുടയുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പ്ലിറ്റസ് വന്നു കണ്ടില്ലേ. അപ്പോൾ അതേപോലെ ഇരിക്കണേ. അത് ഏറ്റവും നോട്ട് ചെയ്യേണ്ട, ബ്രോസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതാ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇടണം. എന്താ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ടെമ്പറേച്ചർ മാറും. നമ്മൾ ഓയിൽ ഓൾറെഡി ചൂടായ എണ്ണയല്ലേ, ഓരോന്നോരോന്ന് ലേറ്റായിട്ട് ഇടുമ്പോൾ ആ ടെമ്പറേച്ചർ മാറും. അത് പെട്ടെന്ന് ഇടണം. നമ്മൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ മൂടി ഓപ്പൺ ആക്കാം. ഇതാ ഉണ്ടല്ലേ, ആ ഒരു ക്രാക്ക്നെസ്സും ആ ഒരു റെഡ് ആൻഡ് യെല്ലോ എല്ലാ കളറും ബ്രൗൺ എല്ലാ കളറും കൂടിയിട്ട് അത് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടാം. ഓവർ ഫ്രൈ ആയിട്ട് ആ സോഫ്റ്റ്നെസ് കളയണ്ട. കറക്റ്റ് ആ ടൈം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇത് എല്ലുള്ള പീസല്ലല്ലോ, എല്ലില്ലാത്തല്ലേ, അപ്പോൾ അത്രേ ടൈം വേണ്ടുള്ളൂ. എല്ലുള്ളതിനാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ടൈം വേണ്ടി വരാം. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ മുഴുവനും ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നത് കുറവല്ലേ, കാരണം നമ്മുടെ ഫോക്കസ് ഇതാണല്ലോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് ഇടാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളെ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞ്, പിന്നെ അതും ഫ്രൈ ആക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രെഡ്. ആ ബ്രെഡ് ആണ് ഇതിലെ ഒരു മെയിൻ കണ്ടൻറ്റ്. ഇത് ഞാൻ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊരു സംഭവം ചെയ്യാം. നമുക്കിതിൻ്റെ ബ്രെഡ് നൈഫ് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇതാ അതിൻ്റെ എഡ്ജസ് വേണ്ട, അങ്ങനെ 4 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി എന്താന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മെയിനായിട്ട് നമ്മുടെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതാ ഇത് വെച്ചിട്ട് നല്ല പരത്തി എടുക്കുക കേട്ടോ. ഇതാ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കണ്ടില്ലേ, ഇങ്ങനെ പരത്തി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് 2 to 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ കയറാനുണ്ട്. അത് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം. വാ, ഇങ്ങനെ എല്ലാ ബ്രെഡുകളും ഓരോരോ ബ്രെഡും ഇതേപോലെ പരത്തിയിട്ട് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതിനടുത്തത് നമ്മൾ പിന്നെ മയണീസ് തേച്ച് കൊടുക്കണം നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലേക്ക്. ഞാനിവിടെ ഓരോന്ന് മാറ്റി വെക്കാം. ഇതാ ജസ്റ്റ് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് മയണീസ്, നിങ്ങൾക്ക് മയണീസ് അല്ല നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും ഡിപ്പ് ഉണ്ടെങ്കിൽ അത് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ജസ്റ്റ് ഇതൊരു ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് കണ്ടോ, ലാസ്റ്റ് കണ്ട അടിപൊളിയാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയെന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ഓവറായിട്ട് മയണീസ് വേണ്ട, ജസ്റ്റ് ആ ഒരു പാറ്റേണിലേക്ക് മതി. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബ്രെഡിൽ ചെറിയൊരു സ്വീറ്റ് ബ്രെഡല്ല, സാൻഡ്വിച്ച് ബ്രെഡാണ്. എന്നാലും ബ്രെഡിലൊരു മൈൽഡ് ആ ഒരു ടച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മയണീസ് തേച്ചതിന് ശേഷം ജസ്റ്റ് പേപ്പർ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ബ്രെഡിലും ആ ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഐസ്ബർഗ് ലെറ്റൂസ്, അതല്ലെങ്കിൽ നിങ്ങൾ കസ്സോ എന്തിട്ടാലും മതി, പക്ഷേ ഐസ്ബർഗ് ലെറ്റൂസാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതാ ഞാൻ ഐസ്ബർഗ് ലെറ്റൂസ് വെച്ചിട്ടുണ്ട്. പുറത്തുള്ള ഭാഗമൊക്കെ ഇതിനകത്തേക്ക് തന്നെ വെച്ചു, ഈ രീതിയിൽ വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിന്നെ ആലപ്പിനോ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതെല്ലാം കാണിച്ചു തരാം. ആലപ്പിനോ എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ ടാങ്കി സ്പൈസി ഫ്ലേവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ ബൈറ്റിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനം കിട്ടും. ഓക്കെ, അധികം ആവണ്ട, അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതാ ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, അതേപോലെ അതെന്തിനാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുന്നത് ആ ഒരു ഫോൾഡിങ് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. സോറി, ഈ സൈഡിലേക്കാണ് വെക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം.
ഇവിടെ വെക്കാം. ഇതിന് അടുത്തൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, അത് നമുക്കിപ്പോൾ ചെയ്യാം. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇത് 2 ബൗള് എടുത്തിട്ടുണ്ട്. ഒരു ബൗളും പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ പാൻ ഇവിടുന്ന് മാറ്റാം. ഈ പാൻ മാറ്റിയിട്ട് അടുത്ത പാൻ ഇവിടെ എടുക്കാം. ഇതിവിടെ അടുത്ത പാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂടി മാറ്റി വെക്കാം. ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെർ ഈസ് എഗ്. മുട്ട ഇടുന്നുണ്ട്. നമുക്കൊരു ഒരു മുട്ടയും ബാക്കി പാലും കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആ മുട്ട കൊടുത്തില്ല, ആ മുട്ടയിലേക്ക് തന്നെ നമുക്കൊരു കുറച്ച് പാലൊന്നും അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് പാല് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാ, വേറൊന്നുമില്ല. ആ പാലും കൂടെ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതാ, അതിൽ പെപ്പർ വേണമെങ്കിൽ പെപ്പർ കൊടുക്കാം. ഇത്തിരി ഉപ്പും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പെപ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഇത് അടുത്ത് തന്നെ വെക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് റോൾ ചെയ്തു കണ്ടില്ലേ? ഓക്കെ, നമ്മൾ ഇവിടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണേ. ഒന്ന് റൊട്ടേറ്റ്. ആ സമയം കൊണ്ട് വേഗം നമുക്ക് അടുത്തത് ഇവിടുന്ന് സെറ്റാക്കി എടുക്കാം, നമ്മുടെ മയോണീസ്. അപ്പോൾ അവിടുന്ന് ഓരോന്ന് സാധനം സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സംഭവം റെഡിയാവും. എങ്ങനെയുണ്ട്? ഇത് കണ്ടില്ലേ? തീ ഒന്ന് കുറക്കാം. നല്ല കളേഴ്സൊക്കെ വന്നു. ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി വന്നാൽ സാധനം ഗംഭീരം. ഓക്കെ, ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് ഇടാം. ഞാൻ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കേട്ടോ. ഇനി ഇങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണേ. ഇനി അടുപ്പിച്ച് വെച്ചിട്ട് ഞാനിവിടെ സ്റ്റിക്കുകൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഞാൻ ഏകദേശം നീളത്തിലാണ് ഇതിങ്ങനെ വെച്ചു, കണ്ടില്ലേ? ഇങ്ങനെ വെച്ചെടുത്തുനിന്ന് ഞാൻ ഇങ്ങനെ കുത്തുന്നത്. ഓക്കെ, യെസ്, ഇതേപോലെ കുത്താം. അടുത്തത് എടുക്കാം, ഒരു ഗ്യാപ്പ് ഇടാം, എന്നിട്ട് അടുത്തതും കുത്താം. ഇനി ഒന്നും കൂടി കുത്തിയാൽ ഏകദേശം 3 3 6 നമുക്ക് 6 ആൾക്കുള്ള സ്നാക്സ് കിട്ടി. ഇതിലൂടെ 3 എണ്ണത്തിലൂടെ 6 ആൾക്കുള്ള സ്നാക്സ് കിട്ടി. ഉണ്ട്. ഇനി ഇതെടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. കണ്ടില്ലേ? വേണ്ട, നമുക്ക് ബ്രെഡ് നൈഫ് തന്നെ ഉപയോഗിക്കാം. ബ്രെഡ് നൈഫ് എടുത്തിട്ട്, ബ്രെഡ് നൈഫ് അറിയാലോ, ഇങ്ങനെ പല്ലുള്ള നൈഫ് കേട്ടോ. അതിന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ കത്തിക്ക് നല്ല മൂർച്ചയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസൻറ്റേഷന് അടിപൊളി കോൺസെപ്റ്റാണ്. ഇതാ കണ്ടില്ലേ? യെസ്, എങ്ങനെയുണ്ട്? പിന്നെ ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്യട്ടെ. നമ്മളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ പ്രസൻറ്റേഷൻ ചെയ്യാണ്. അത് തിരിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ, അതിൻ്റെ ടോപ്പ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 6 ഷീക്ക് നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇത് കഴിക്കട്ടെ. ഇത് കഴിക്കുന്ന പാർട്ടൊന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ഡിഷ് മുഴുവൻ കട്ട് ചെയ്തെല്ലാം റെഡിയാണ്. അപ്പോൾ 3 ബ്രെഡിൽ നിന്ന് നമുക്ക് 6 ആക്കുള്ള ചോയ്സ് ഇതിൽ വന്നു. അപ്പോൾ ഞാനിത് ഓരോന്നോരോന്ന് ബൈറ്റ് ചെയ്ത് കഴിക്കാം. ആ ബ്രെഡിലേക്ക് ഞാൻ പെപ്പർ കൊടുക്കണം എന്നറിയില്ല, അത് നിർബന്ധമാണ്. പക്ഷേ ബ്രെഡിന് ഓവർ മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ ബ്രെഡിൽ ആ ഒരു മധുരം ഉണ്ടല്ലോ, പിന്നെ മയോണീസിൻ്റെ ആ ഒരു ടാങ്കി ഫ്ലേവറും ബ്രോസ്റ്റ് ചിക്കനിൽ വരുന്ന ആ ഒരു ചെറിയൊരു ക്രഞ്ചോട് കൂടിയുള്ള ആ ഒരു എന്താ പറയുക, നമുക്ക് ഓവർ ക്രിസ്പിനെസ് കിട്ടിയില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സോഗി ആയിട്ട് ഫോൾഡ് ചെയ്തില്ലേ, അതുകൊണ്ട് ഓവർ ക്രിസ്പിനെസ് ഇല്ല. എന്നാലും ഡിഫറെൻ്റ് ആ ഒരു ചുയിനെസ് വരുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ബ്രോസ്റ്റ് ചിക്കനിൽ. ഒരു ഡിഫറെൻറ്റ് സ്നാക്കാണ്. എല്ലാവർക്കും ഓവർ സ്പൈസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വേണ്ടവർക്ക് ഒന്നും കൂടെ പെപ്പർ ആഡ് ചെയ്യാം. ബ്രെഡിൻ്റെ ഫ്ലേവർ കുറച്ച് മുകളിലേക്കുണ്ട്. ആ ഫ്ലേവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിക്കൻ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്ത് പൊടിച്ചിട്ട് ആഡ് ചെയ്യാം. പ്രസൻറ്റേഷൻ ഇതേപോലെ ചെയ്ത് നോക്ക്. ഇപ്പം ഈ കിട്ടിയ ബൈറ്റിൽ ബ്രോസ്റ്റ് നന്നായിട്ടുണ്ട്. ബ്രോസ്റ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ വെക്കുന്നതിനനുസരിച്ചിരിക്കും ഓരോ സ്ഥലത്തും. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്തോ. ഈവൻ റംസാൻ സ്നാക്സ് ആയിട്ട് വരെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിരുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഡിഫറെൻറ്റ് എപ്പിസോഡായിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് വേണ്ട റെസിപ്പി നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യാൻ മറക്കില്ല. ഞാനിവിടുന്ന് എല്ലാവരോടും ടാറ്റാ ബൈ.